ഹായ്, ഞാൻ മിനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രേസ് വീഡിയോസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇഡ്ഡലി സോഫ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇത് ഒരു 3 കപ്പ്, ഈ കപ്പിനാണ് ഞാൻ അളന്നെടുത്തേക്കുന്നത്. ഒരു 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ഗ്ലാസ് മൊത്തത്തിലുള്ള ഉഴുന്നാണ്. പിന്നെ വേണ്ടത് ഒരു അര ഗ്ലാസ് അവല്. അതോടൊപ്പം ചിലർ ചോറ് അരയ്ക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് ഞാനിവിടെ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് സാബുദാന അല്ലെങ്കിൽ ചവ്വരി എന്ന് നമ്മൾ പറയും. ഇത്രയും സാധനമാണ് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനിയും നമ്മൾക്ക് ഈ അരി, ഉഴുന്ന് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു 6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അരി അരച്ചിട്ട് പുളിക്കാൻ വെക്കാൻ. അപ്പോൾ അരി നമുക്ക് ഒരു 3 പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഉഴുന്ന് നമുക്ക് 1 പ്രാവശ്യം കഴുകിയാൽ മതി. അതിനുശേഷം നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളം കൊണ്ട് വേണം നമ്മൾ അരയ്ക്കാൻ. പിന്നെ ഈ ചവ്വരിയും നമുക്ക് അരിയുടെ കൂടെ തന്നെ കുതിരാനായിട്ട് വെക്കാം. അവല് നമുക്ക് അരയ്ക്കാൻ നേരം ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെക്കാം. ഇത് നമ്മൾ അരിയും പച്ചരിയും സാബുദാനയും കൂടെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചേക്കുകയാണ്. പിന്നെ ഇത് ഉഴുന്ന് 1 പ്രാവശ്യം കഴുകി അതും കുതിരാൻ വെച്ചു. പിന്നെ അവല് നമുക്ക് അന്നേരം നനച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനം, ഈ 3 കാര്യങ്ങൾ ഒരു 6 മണിക്കൂർ. അവല് പിന്നെ എടുത്താൽ മതി. അരിയും ഉഴുന്നും ഒരു 6 മണിക്കൂർ കുതിരണം. അതിനുശേഷം ബാക്കി നമുക്ക് കാണാം. നമ്മുടെ അരി, ഉഴുന്ന് ഇതെല്ലാം ഒരു 5 മണിക്കൂർ ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയും നമുക്ക് അത് അരച്ചിട്ട് ഒരു 8 മണിക്കൂറോളം പുളിക്കാൻ വെക്കണം. ഇപ്പം നമുക്ക് മാവെല്ലാം, ഇത് അരിയും ഉഴുന്നുമെല്ലാം അരച്ചെടുക്കാം. കണ്ടോ, ഇത് അരിയും സാബുദാനായും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഉഴുന്ന് ഞാൻ കുതിർക്കാൻ വെച്ച് കണ്ടോ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരിയിലെ വെള്ളം നമുക്കങ്ങ് ഊറ്റിക്കളയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ വെള്ളം കളയണ്ട. ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. കാരണം അത് പുളിക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഉഴുന്നിൻ്റെ വെള്ളം. പിന്നെ ഞാൻ വെള്ളയവലാണ് നല്ലത്. ഇച്ചിരി ചുമപ്പാവലാണ് കിട്ടിയത്. ഇത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കൂത്ത് വെച്ചതാണ്. ഇത്രയും ഒന്നിച്ച് ചേർത്ത് അരച്ച് വെക്കുക. ഓക്കെ, ഇതേപോലെ അത് 2 പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുവാണ്. അരിയും സാബുദാനയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉഴുന്നിൻ്റെ ആ വെള്ളത്തിൽ. ഇതേ കണ്ടോ, അത് ഞാൻ നല്ല സോഫ്റ്റായിട്ട്, തരുവൊന്നും പാടില്ല, അത് സോഫ്റ്റായിട്ട് അത് അരച്ചെടുത്തു. ഉഴുന്ന് ഇനി നമ്മൾ അരച്ചെടുക്കാൻ പോവുക. ഉഴുന്നിനകത്തുള്ള വെള്ളം അതേ വെള്ളം തന്നെയാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആ കുതിർത്ത അവലൂടെ ഇതിനോട് ചേർത്ത് അരയ്ക്കുകയാണ്. അവൽ കുതിർത്തത്, ഉഴുന്നും അവലും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിയുടെ കൂടിനി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ മാവ്, അരി, ഉഴുന്ന്, അവല്, ചവ്വരി ഇത്രയും സാധനം ഞാൻ നന്നായിട്ട് അരച്ചത് ഒരേ ഡയറക്ഷനിൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് ചെയ്യാം. ഇപ്പം ഞാൻ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒരു എയർ സർക്കുലേഷൻ ഇതിനകത്ത് നന്നായിട്ട് പതപ്പിച്ചാൽ രാവിലത്തേക്ക് പൊങ്ങി വരും, നല്ല ഈസി ആയിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇനി ഇങ്ങനെ നന്നായിട്ട് ഒറ്റ ഡയറക്ഷനിൽ ഇളക്കിയിട്ട് ഒരു 8 മണിക്കൂർ ഇത് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി നാളെ, ഇപ്പം വൈകുന്നേരമായി, ഇനി നാളെ രാവിലെ ഞാനിത് ഇഡ്ഡലിക്ക് ചുടത്തുള്ളൂ. ഇഡ്ഡലിക്ക് ചൂടാൻ നേരം നമ്മൾ ഇനി ഉപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് 8 മണിക്കൂർ ഇരുന്ന് പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലിയുടെ മാവ്. ഓക്കെ, ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇത് കോരി ഒഴിക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച്, വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ തവിയെ നമ്മുടെ ഇത്ര ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ചൂടായ ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് എടുത്തു വെക്കാം.
ഇഡ്ഡലി പാത്രത്തിലോട്ട്. അങ്ങനെ ആവി കയറട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു തട്ടിലൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരെണ്ണത്തിനകത്തൂടെ ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ 2 തട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി കയറി വരുന്നുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവട്ടെ കേട്ടോ. അതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതേ ഇപ്പം ഇങ്ങനെ നമ്മൾ സ്പൂണിലോ എങ്ങനെയാണെന്ന് വെച്ച് തന്നെ കുത്തി നോക്ക്, വെന്തിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കത് തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ ഇഡ്ഡലി റെഡിയായി. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ അരി തന്നെ വാങ്ങിക്കാൻ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. പശയില്ലാത്ത അരി വേണം ഉപയോഗിക്കാൻ. അതുപോലെ അവൽ ചേർക്കുവാണെങ്കിൽ വെള്ള അവൽ ചേർക്കണം. പിന്നെ ഇതിനൊക്കെ പകരം നമുക്ക് ചോറ് ചേർത്തും ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതി മനസ്സിലായി കാണും. അതായത് ഞാൻ പുതിയത് അറിയാത്തവർക്ക് ആണ് ഉദ്ദേശിച്ചിടുന്നത് മെയിൻലി. കാരണം പുതിയതായിട്ടുള്ള തലമുറയ്ക്കൊക്കെ ചിലപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഇടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്